ഞങ്ങളോട് പറ, നിനക്ക് ACP ഇഷ്ടമാണോ അല്ലയോ? എനിക്കൊന്നും പറയാനില്ല. ഇവള് വേറെ ആരെയോ പ്രണയിക്കുന്നുണ്ട്. അതാരാണെന്ന് ചോദിക്കേ. വൃന്ദേ, നീ വേറെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? എങ്കിലത് ആരാണെന്ന് പറ. നീ എന്താ ആരവിനെ പോലെ സംസാരിക്കുന്നേ? അവൻ ഇങ്ങനെയൊക്കെയാ ചോദിക്കാറുള്ള. ഇവിടെ ഇപ്പൊ ആരവില്ലല്ലോ, അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ ചോദിക്കുന്നത്. അനു ചോദിച്ചാലും നീ മറുപടി പറ. എനിക്കിതിന് വ്യക്തമായ മറുപടി ഉണ്ട്. നിങ്ങളുടെ വിവാഹത്തെ പറ്റി നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് പ്രപ്പോസൽ ആയിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ആരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. എന്നാലേ ഞാനും ഇതുവരെ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. ഇവളുടെ മനസ്സിൽ ആരോ ഉണ്ട്. നിന്റെ മനസ്സിൽ ആരോ ഉണ്ട്, ശരിയല്ലേ? എന്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾ കണ്ടുപിടിക്കും. വേറൊന്നും എനിക്ക് പറയാനില്ല. മാറാങ്ങോട്ട്. വാ, എല്ലാരും കിടക്ക്. പോയി കിടക്കണമെന്ന് പറയാൻ ആരവില്ലല്ലോ. ആരവ് എവിടെ പോയാലും രാത്രി അപ്പൊ തിരിച്ചു വരേണ്ടതാ. അവനെ പറ്റി ഒരു വിവരവും. അവൻ എവിടെ പോയതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സ്ഥലമില്ല. നാളെ ആവട്ടെ, നമുക്ക് സീരിയസ് ആയിട്ട് ആരവിനെ അന്വേഷിക്കാം. എല്ലാരും കിടക്ക്. വൃന്ദേ, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഓ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കൂട്ടുകാരെ. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാതെ എനിക്ക് പഴയ ആരവായി നിങ്ങൾക്ക് മുമ്പിൽ വരാൻ കഴിയില്ല. അതിന് ആ ദിവസം വന്നെത്തണം. അന്നേ എനിക്ക് നിങ്ങളുടെ ആരവായി തിരിച്ചു വരാൻ കഴിയും. ആരവായി നിങ്ങൾക്ക് മുമ്പിൽ വരാൻ കഴിയാതെ ഞാൻ സങ്കടപ്പെടുക. ശരിക്കും സങ്കടമുണ്ട്. ആ ദിവസം വരട്ടെ, നമുക്ക് കാണാം. അഞ്ച് സുന്ദരികൾ പുറത്താണെന്ന് രുദ്രനെ വിവരം അറിയിച്ചപ്പോ എന്തോ ഒന്ന് സംഭവിക്കുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. 5 സുന്ദരികൾ മടങ്ങി വന്നോ? അവരെല്ലാം എത്തിയിട്ടുണ്ട്. 9 മണിക്ക് ശേഷം അവരെങ്ങനെ അകത്ത് കയറി? അമ്പിളിക്ക് കൈക്കൂലി കൊടുത്ത് കയറിയിട്ടുണ്ടാവും. നമ്മളും പലതവണ അമ്പിളിക്ക് ക്യാഷ് കൊടുത്ത് കയറിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആ പ്രതീക്ഷ പോയി. നീ കിടക്ക്. അലീനെ, നീ കിടക്കുന്നില്ലേ? എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നേ? ഞാൻ രുദ്രൻ വിളിച്ചു പറഞ്ഞ കാര്യത്തെ കുറിച്ച് ആലോചിക്കുന്നത്. അയാൾ വെള്ളം അടിച്ച് പറഞ്ഞതല്ലേ? രുദ്രൻ വെള്ളം അടിച്ചിട്ടാണ് പറഞ്ഞെങ്കിലും സംഗതി നടന്നു കിട്ടിയ അത് 5 സുന്ദരികൾക്കുള്ള കെണിയാവും. 5 സുന്ദരികളെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോവാൻ രുദ്രനെ നമ്മൾ സഹായിക്കണോ? അവരെ കടത്തിക്കൊണ്ടുപോവാൻ നമ്മൾ സഹായിച്ച രുദ്രൻ അത് ചെയ്യാൻ തയ്യാറാണല്ലോ. ഇന്നാണെങ്കി അയാള് നല്ല മൂഡില, എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത അവസ്ഥയിലാ. 5 സുന്ദരികളെ ഇന്ന് രാത്രി തന്നെ ഹോസ്റ്റലിന് പുറത്തെത്തിക്കാനോ? 5നെ ഒരുമിച്ചല്ലടി, അത് നടക്കാത്ത കാര്യം. 5 സുന്ദരികളിൽ 1നെ നമുക്ക് ആദ്യം ടാർഗറ്റ് ചെയ്യാം. അവളെ അടിച്ച് ബോധം കെടുത്തി ഹോസ്റ്റലിന് പുറത്തെത്തിച്ചു കൊടുത്ത രുദ്രൻ അയാളുടെ ആളുകളെയും കൂട്ടി വന്ന് കൊണ്ടുപോയിക്കോളും. അലീന, അത് ഈ രാത്രി നടക്കുന്ന കാര്യമാണോ? രുദ്രൻ ഇന്ന് അതിന് തയ്യാറെടുത്തിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് തന്നെ ആ കൂട്ടത്തിൽ നിന്ന് 1നെ കൊത്തണം. 1നെ കാണാതായ അവളെ അന്വേഷിച്ച് ബാക്കി 4 പേരും ഹോസ്റ്റലിൽ വിട്ട് ഒരുമിച്ച് പുറത്തു പോകും. അവരും രുദ്രന്റെ പിടിയിലാവും. ആദ്യം ആരെ ടാർഗറ്റ് ചെയ്യും? ഞങ്ങളുടെ കിരണിനെ കിടത്തിയിട്ട് നിനക്കൊക്കെ ഇതിനകത്ത് വിലസി നടക്കാന്ന് കരുതിയോ? വൃന്ദ, അവളെ ആദ്യം തൂക്കണം. വൃന്ദ? അവള് വന്ന് എന്നെയും ഇവളെയും തല്ലിട്ട് ഞെളിഞ്ഞ് നടക്കുക.
ഞാനും ആഗ്രഹിച്ചത് അതാ. അവളെ തന്നെ ആദ്യം പൊക്കണം. വൃന്ദയെ അടിച്ച് ബോധം കെടുത്തി ഇന്ന് രാത്രി ഇവിടെ നിന്നും രുദ്രന്റെ താവളത്തിലേക്ക് നമ്മൾ അവളെ കയറ്റി അയക്കും. അവള് തനിച്ച് പുറത്തു വരുമോ? നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. അവൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു വന്നാ ആ നിമിഷം അറ്റാക്ക് ചെയ്യണം. ഭാഗ്യം, ആരും കണ്ടില്ല. ഇന്ന് മന്തുവിന്റെ പിണക്കം മാറ്റണം. ഈ ഗിഫ്റ്റ് കൊണ്ട് ചെല്ലുമ്പോ മന്തുവിന്റെ പിണക്കം മാറും. അവളുടെ പിണക്കം മാറിയാലേ പഴയതുപോലെ ഇവിടെ നിന്നെല്ലാം കടത്തിക്കൊണ്ടുപോകാൻ പറ്റൂ. അവൾ അടഞ്ഞാലേ ഒരു കാര്യവും നടക്കൂല. ഈ ഗിഫ്റ്റ് കൊണ്ട് കാര്യം നടത്തണം.